ഇന്ന് തയ്യാറാക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും മലയാളിക്ക് ഏറെ ഇഷ്ടമുള്ളതുമായ ഒരു അവിയൽ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പച്ചക്കറികൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഏത്തക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, മുരിങ്ങക്കായ, പടവലങ്ങ, അമരയ്ക്ക, ചേന, മുരിങ്ങക്കായ ഇതെല്ലാം തന്നെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ പച്ചക്കറികളും തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മത്തങ്ങയും വെള്ളരിക്കയും ഉരുളൻ കിഴങ്ങും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അമരയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിക്കുന്നത് നല്ലതായിരിക്കും. ബീൻസോ പയറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 പച്ചമുളക് കൂടെ നീളത്തിൽ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിത് തയ്യാറാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വേവിക്കാനിടുന്ന പച്ചക്കറിയുടെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായി വേകുന്ന ചേന ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചേന ഒന്ന് നേരത്തെ വേവിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പച്ചക്കറികൾ ചേർത്ത ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്താണ് ഞാനിത് വേവിക്കാൻ വെക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം, പച്ചക്കറികളിലെല്ലാം വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കുറേശ്ശെയായിട്ട് ഇറങ്ങി വരും. അതുപോലെ വെള്ളരിയിലൊക്കെ തന്നെ കുറച്ച് വെള്ളമുള്ള പച്ചക്കറിയാണല്ലോ, അതുകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കാതെ വേവിക്കുന്നതായിരിക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് ആവിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചേന മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ചേന വേകുന്നതാണെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്ന് വേവിച്ച് ചേർക്കേണ്ടതായിട്ട് വരും. വളരെ ഡ്രൈ ആയി പോവുകയാണ്, ഒട്ടും വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒന്ന് ആവി കയറുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചക്കറികളൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, ജീരകം, അതുപോലെ കറിവേപ്പില, ഇത്ര ഐറ്റം മതിയാവും ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കുക. ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 പച്ചമുളക് എടുത്തത്. നിങ്ങളുടെ എരിക്ക് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. മുളക് പൊടി ഒന്നും തന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അരപ്പ് കൂടി ഒന്ന് ചേർത്ത ശേഷം ഇതൊന്നും കൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. മൺചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവില്ല. കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇത് ഒരു 3-4 മിനിറ്റ് കൂടെ ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ അരപ്പെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അവിയൽ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവറാണത്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവിയലിന് പുളിക്ക് വേണ്ടി സാധാരണ തൈര് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് തൈര് ചേർത്തിട്ടല്ല. പുളിക്ക് വേണ്ടി ഞാനിന്നിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാങ്ങയാണ്. അവിയലൊന്ന് വേവായ ശേഷം മാത്രമേ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ഈ മാങ്ങയൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പുളിക്ക് വേണ്ടി നമ്മൾ മാങ്ങ ചേർക്കുന്നതും തൈര് ചേർക്കുന്നതും എല്ലാം ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് നമുക്ക് തരുന്നത്. മാങ്ങ ചേർത്ത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക രുചിയാണ് അവിയലിന്. പിന്നെ അവിയൽ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും മൺചട്ടിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ വളരെയധികം നല്ലൊരു ടേസ്റ്റാണ് മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ. മാങ്ങ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് അവിയലിനൊരു കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. ഞാനൊരു ശകലം ഉപ്പ് കൂടെ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിയലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഈ പച്ച വെളിച്ചെണ്ണയുടെയും മാങ്ങയുടെയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. മാങ്ങ ചേർത്ത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. വ്യത്യസ്തമായ രുചികൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്